കേൾക്കാവോ? ഹലോ, ആ കേക്കാം. രതീഷ് ചേട്ടാ, എവിടെന്നാ വിളിക്കുന്നേ? തൃശ്ശൂർ. തൃശ്ശൂർ. എന്താ രതീഷ് ചേട്ടാ വിശേഷങ്ങൾ? പറഞ്ഞേ, വിശേഷങ്ങൾ പറയാ തൃശ്ശൂരത്തെ. രതീഷേട്ടനല്ല, രവി. രതി. ആ, ഓക്കെ രവി. രവി. ഓക്കെ, രവി ചേട്ടാ പറഞ്ഞോ, വിശേഷങ്ങൾ പറഞ്ഞേ കേക്കട്ടെ. ആ, വിശേഷങ്ങള് സുഖമായിരിക്കണ്, കുഴപ്പമില്ല. 2025 സൂപ്പറായിരിക്കണ്. സൂപ്പറായിരുന്നു. ഓക്കെ, 2024 എന്തൊക്കെയാ ചേട്ടന്റെ പ്രതീക്ഷകള്? പ്രതീക്ഷകള് സൂപ്പറായിരിക്കണ്. രവി ചേട്ടാ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. എല്ലാരും ഉണ്ട്. അപ്പോ രവി ചേട്ടാ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു അല്ലേ? ആ, സൂപ്പറായിരിക്കും. ന്യൂസ് മലയാളമൊക്കെ കാണാറുണ്ടോ? സേതു ചേച്ചിനെ കാണാൻ വേണ്ടിട്ട് വിളിച്ചതാ. സേതു ചേച്ചിനെ സൂപ്പറായുണ്ട്. നമ്മുടെ സുജ പാർവതിയിലും സൂപ്പറായുണ്ട് നമ്മുടെ സേതു ചേച്ചി. ഓക്കെ, താങ്ക് യു സോ മച്ച് രവി ചേട്ടാ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോ അടിപൊളി ആവട്ടെ ഈ വർഷം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. സുജ പാർവതി ചേച്ചിയുടെ നമ്പർ ഓണായിരുന്നു. ഇപ്പൊ അതിലും ടോപ്പായിട്ടിരിക്കണ് നമ്മുടെ സേതു ചേച്ചി. ഓ നോ, താങ്ക് യു. അപ്പൊ ഓക്കെ, ബൈ. ഇപ്പൊ നല്ലൊരു വർഷമാവട്ടെ. ആ, ഞങ്ങളെപ്പോഴും സുജ പാർവതിയാണ് ന്യൂസുകൾ ആദ്യം കേൾക്കാറ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സേതു ചേച്ചിനെ കേൾക്കണ്. അയ്യോ, സോ സ്വീറ്റ് ഓഫ് യു. സേതു ചേച്ചി അടിപൊളി. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇനിയിപ്പോ എന്ത് വേണം ഗൈസ്? ഇതൊക്കെ ഈ പറഞ്ഞൊക്കെ കേട്ടാൽ തന്നെ മതിയല്ലോ അല്ലെ? നമുക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്ന പോലെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ.